തലശ്ശേരി മാഹി ബൈപ്പാസ് ഇന്ന് നാടിന് സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ, വലിയ രീതിയിലുള്ള ആഗ്രഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് തന്നെ പറഞ്ഞു വെക്കാം. മാഹി തലശ്ശേരി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി യാത്രാക്ലേശം മറികടക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സങ്ങളെല്ലാം തന്നെ മാറും എന്ന വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കാണ് നമ്മൾ നടന്നെടുക്കുന്നത്. വിവരങ്ങൾ. അഞ്ജന, വടക്കേ മലബാറിൻ്റെ 5 പതിറ്റാണ്ടോളം നീണ്ട സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. വർഷങ്ങളായി തുടരുന്ന ഈ ഒരു തലശ്ശേരിയിലെയും മാഹിയിലെയും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിനാണ് ഇപ്പോൾ ഈ മാഹി ബൈപ്പാസ് തുറന്നു കൊടുക്കുന്നതോടുകൂടി അതിന് പരിഹാരമാകുന്നത്. നേരത്തെ ഒരു 4 പതിറ്റാണ്ട് മുമ്പ് തന്നെ ഈ മാഹി ബൈപ്പാസിനെ സംബന്ധിച്ച ഈ പദ്ധതി വിഭാവനം ചെയ്തതാണ്. എന്നാൽ പിന്നീട് സ്ഥലം ഏറ്റെടുക്കൽ അനിശ്ചിതമായി വൈകിയതോടുകൂടി ഈ പദ്ധതി വർഷങ്ങളോളം നീണ്ടുപോവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാതെ ഈ പദ്ധതി ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടം വരെ എത്തി. അവിടെയാണ് 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുകയും വീണ്ടും ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ പുനരാരംഭിക്കുകയും ചെയ്തത്. അങ്ങനെ തടസ്സങ്ങളെല്ലാം നീക്കി കടമ്പകൾ മറികടന്നുകൊണ്ട് മാഹി ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. അത് പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാഹി ബൈപ്പാസ് നാടിന് സമർപ്പിക്കുകയാണ്. ഓൺലൈനായാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതേസമയം തന്നെ തിരുവനന്തപുരത്ത് അതേ സമയത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവരും പങ്കെടുക്കും. മാഹി ബൈപ്പാസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും സ്പീക്കർ AN ഷംസീറും പങ്കെടുക്കും. അത്തരത്തിൽ വലിയ ഒരു ഉത്സവ പ്രതീതിയിൽ തന്നെ ഈ മാഹി ബൈപ്പാസിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഇന്ന് നടക്കാൻ പോവുകയാണ്. 18.6 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് മാഹി ബൈപ്പാസ് ഉള്ളത്. 4 വലിയ പാലങ്ങൾ, റെയിൽവേ മേൽപ്പാലം, 21 ഫ്ലൈ ഓവറുകൾ, അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങൾ, അപ്രോച്ച് റോഡുകൾ എല്ലാം ചേർന്നുകൊണ്ടുള്ള അത്യാധുനിക രീതിയിലുള്ള മാഹി ബൈപ്പാസാണ് ഇന്ന് നാടിന് സമർപ്പിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെയുള്ള ആണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. നേരത്തെ അരമണിക്കൂർ 40 മിനിറ്റെല്ലാം വേണ്ടിയിരുന്ന സ്ഥലത്ത് ഗതാഗത കുരുക്കുണ്ടെങ്കിൽ അതിലും എത്രയോ മണിക്കൂറുകൾ എടുക്കുന്ന സമയത്ത് ഇനി 15 മിനിറ്റ് കൊണ്ട് മുഴപ്പിലങ്ങാട് നിന്നും ഈ പറയുന്ന അഴിയൂരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കേരളത്തിൻ്റെ ഗതാഗതത്തിൽ തന്നെ ഒരു പുതിയ വേഗം കൈവരിക്കാൻ പോവുകയാണ് മാഹി ബൈപ്പാസിലൂടെ. അഞ്ജന. ശരിയും സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.